ഈ ലോജിക്കും മായാടിയൊക്കെ നോക്കിയിട്ട് പടം കാണാൻ പറയില്ല. പടം 2.5 മണിക്കൂർ പ്യൂർ എന്റർടൈൻമെന്റ് ആണ്. ദിലീപ് കൊണ്ടുപോയ പടം ലാലേട്ടൻ വന്ന് ഒറ്റയടിക്ക് നോക്കി. ഇത് അയാളുടെ കാലമാണ്. ദിലീപ് കംബാക്ക് അടിച്ച സിനിമ എന്ന് പറയാം. ഇനി അങ്ങോട്ടുള്ള സിനിമ എങ്ങനെ അടിക്കുന്ന അറിയില്ല. പക്ഷെ ഈ സിനിമ തൂക്കി എന്ന് വെച്ചാൽ തൂക്കി ലൈക്ക് എന്റർടൈൻമെന്റിന്റെ അങ്ങേ അറ്റം ഉണ്ട്. അങ്ങേ അറ്റം 2.5 മണിക്കൂർ ഒരു ലാഗും ഇല്ല. ഒരു ലാഗ് 0% ലാഗ്. തിയേറ്റർ വൈബ് മാത്രമാണ് ഈ സിനിമയിൽ മൊത്തത്തിലുള്ളത്. ദിലീപ് ഫസ്റ്റ് ഹാഫ് കിട്ടില്ലോ എന്ന് വെച്ചാൽ അങ്ങേറ്റം. സെക്കൻഡ് ഹാഫ് പിന്നെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ തൂക്കി ആ മുണ്ട് മടക്കി തൊണ്ടേന്ന് കേട്ടോളൂ. നേരെ പറയാൻ പോലും പറ്റില്ല. മുണ്ട് മടക്കിയുള്ള ആ ഒരു നിപ്പം മീശ മോനെ ആ തിയേറ്ററിന്റെ ബ്ലാസ്റ്റ് ഉണ്ടല്ലോ. ഷെയ്ക്കായി തിയേറ്റർ ഫുള്ള് ഷെയ്ക്കായി. കിടിലം പടം. ഇതിനെ കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. വന്ന് തിയേറ്ററിൽ കണ്ടാലേ മനസ്സിലാവും. കിടിലം പടം. കിടിലം സസ്പെൻസ് എല്ലാം. കിടിലം പടം. അഴിഞ്ഞാട്ടമൊക്കെ അന്യായം. തിയേറ്ററിൽ വന്ന് തിയേറ്ററിന്റെ ഫ്രണ്ടിലാ വീഡിയോ ചെറിയ ഇതുണ്ടായി. തിയേറ്ററിൽ അഴിഞ്ഞാട്ടാണ്. തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വന്നു. റീ റിലീസ് എന്ന് പറഞ്ഞാൽ റീ റിലീസിന്റെ ഒരു വൈബാണ് കിട്ടിയത് ബ്രോ. സത്യം പറയാലോ അടിപൊളി. അഴിഞ്ഞാട്ട്. ഇനി അടുത്ത പാട്ട് വെയിറ്റിംഗ്. അടുത്ത പാട്ടുണ്ടെങ്കിൽ അത് വെയിറ്റിംഗ് ബ്രോ. പടം ഫസ്റ്റ് ഹാഫ് തൂക്കി ദിലീപ് തൂക്കി. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാലേട്ടന്റെ സീന് ലാലേട്ടൻ തൂക്കി. പിന്നെ എനിക്ക് ഇതിൽ നെഗറ്റീവായിട്ട് തോന്നിയ വ്യൂസ് മാത്രമാണ്. ബാക്കി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചെയ്യണം. വ്യൂസ് മാത്രമാണ് ഒരു പോരായ്മയായിട്ട്. അതൊന്നും ഇത് ബാധിക്കൂല. അങ്ങനെ പടത്തിന് അങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയൊന്നുമില്ല. പിന്നെ കംബാക്ക് ദിലീപിന്റെ കംബാക്ക് തന്നെ. കാരണം ഇപ്പൊ ഫുള്ള് നെഗറ്റീവായിരുന്നല്ലോ. പടത്തിനെ ബഹിഷ്കരിച്ച് അങ്ങനെ കുറെ നെഗറ്റീവായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിലെല്ലാം മാറ്റിയ കുറെ പേർക്കുള്ള കൊട്ടുമുണ്ട്. പടത്തിൽ കുറെ പേർക്കുള്ള കൊട്ടുമുണ്ട്. ജനങ്ങൾക്ക് എന്ത് പറയാനുള്ള അതും പടത്തിലൂടെ നല്ലൊരു അഭിപ്രായം ഇതിൽ പറയുന്നുണ്ട്. സൂപ്പറാണ്. കാരണം ദിലീപിനെ നന്നായിട്ട് എല്ലാവരും ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. കം ബാക്ക് തന്നെയാണ്. അടിപൊളിയാണ്. ബയോകോട്ട് അടിച്ച എല്ലാവർക്കും ഒരു മറുപടിയാണ് ഈ സിനിമ തന്നെയാണ്. ഇന്റർവൽ സീൻ എങ്ങനെയാണ്? ഇന്റർവൽ ഒരു ഫൈറ്റ് ഉണ്ട്. അതിലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് നമ്മൾ കൊടുത്ത പൈസ വാല്യൂ ആണ്. വാല്യൂഡ് ആണ് 100%. അടിപൊളി സൂപ്പർ പടം തന്നെ. ഹെവി ലാലേട്ടന്റെ 1 man ഷോ ഇന്റർവെലിന് ശേഷം അടിപൊളി. ദിലീപിന്റെ ക്യാമിയോ ചെറിയ ക്യാമിയോ ആണോ അതോ വലിയ ക്യാമിയോ? ലാലേട്ടന്റെ ക്യാമിയോ എന്ന് പറയാൻ പറ്റില്ല. ഇന്റർവെലിന് ശേഷം ലാലേട്ടൻ ത്രൂ ഔട്ട് ആയിട്ട് പടത്തിലുണ്ട്. ലാലേട്ടൻ ഒരു പക്ക അഴിഞ്ഞാട്ടമാണ്. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ പോരാ, അഴിഞ്ഞാടി കഴിഞ്ഞു. ഒരു രക്ഷയില്ല പടം. അഴിഞ്ഞാട്ട സോങ് എങ്ങനെയാണ് തിയേറ്ററിൽ? അടിപൊളി. BGM ആയാലും ഗോപിസുന്ദർ BGM ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും. ദിലീപും ലാലേട്ടൻ ഇന്റർവെൽ വരെ ദിലീപിന്റെ ഇതാണെങ്കിൽ ഇന്റർവെലിന് ശേഷം ലാലേട്ടന്റെ 1 man ഷോ കിടിലം ഒന്നും അടിപൊളി പടം. ആ ഇന്റർവെൽ സീൻ തിയേറ്റർ മൊത്തം തൂക്കിയായിരുന്നു. തൂക്കി ഉറപ്പായിട്ട്. ബാക്കി നമ്മളെ പഴയ പാട്ടുകളും കേട്ടിട്ടുണ്ട്. എല്ലാം കൂടെ അപ്പം ഓൾറെഡി കിടില അടിപൊളി. കിടില സിനിമയായിട്ട് വേറെ ലെവല്. നമ്മുടെ ദിലീപിന്റെ ഒരു വൻ തിരിച്ചറിവ് തന്നെ നമുക്ക് പറയാം. അപ്പൊ വേറെ ലെവല്. ലാലേട്ടൻ പറയുമ്പോ പിന്നെ ഒന്നും പറയില്ല. അപ്പൊ വേറെ ലെവലാണ്. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടന്റെ കംബാക്ക് ഇനി എല്ലാവരും മറുപടിയാണ്. ദിലീപേട്ടന്റെ കംബാക്ക് ഒരു കംബാക്ക് ആണോ? ദിലീപിന്റെ കംബാക്ക് തന്നെയാണ് പറയാം. നല്ല അടിപൊളി. ലാലേട്ടൻ ഉള്ളതിനെ കൊണ്ടാണ് ദിലീപിന് ഇത്ര കംബാക്ക് ചെയ്യാൻ പറ്റിയതോ? അല്ലാതെ തന്നെ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് തന്നെ പുള്ളി അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ കൂടെ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ പീക്ക് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് പടം. സെക്കൻഡ് ഹാഫ് കിടിലായിരുന്നു. അവരുടെ ഫൈറ്റ് സീൻസും ലാലേട്ടൻ പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ വരുന്നത് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ്. സൂപ്പറായിരുന്നു. ലാലേട്ടൻ മുണ്ടി പടക്കുന്ന സീനൊക്കെ എങ്ങനെയാണ് തിയേറ്ററിൽ? എന്റെ അപ്പോ തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയാണ് ബ്രോ. കിട്ടില്ല. അടിപൊളി ബ്രോ. സത്യം പറയാല്ല സെലിബ്രേഷൻ മോഡ് ഇതുവരെയ്ക്കും അതിന്റെ കിട്ടണില്ല. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ. ഇനി നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു. ഇനി സെക്കൻഡ് പാർട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. അത് മോഹൻലാലായിരിക്കും മിക്കവാറും ലീഡ് വരുന്നത്. അത് അടിപൊളിയായിരിക്കും. ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. അടിപൊളി. വിനീത് ശ്രീനിവാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാധാരണ ഈ ക്രിഞ്ച് അങ്ങനെ ഇല്ല ഇപ്പം. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അവരവരുടെ റോൾ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ആണെങ്കിൽ ചെറിയൊരു റോൾ കോമഡി ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്കാനൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത്ര പോരാ. ഒരുപാട് കാര്യങ്ങൾ കംബാക്ക് ഒക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര പോരാ. പിന്നെ ജനങ്ങൾ എങ്ങനെയാ എടുക്കുന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ വെച്ച് കാണാം. സ്റ്റോറി ലോജിക് ഒന്നുമില്ല. അങ്ങനെ ദിലീപിന് വേണ്ടി എടുത്തു പോലെ മൊത്തത്തിൽ. പക്ക ദിലീപിന്റെ ഒരു കംബാക്ക് ആണ്. ദിലീപിന്റെ കംബാക്ക് തന്നെയാണ്. അടിപൊളി.